ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹങ്കർ ട്രാവലർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും ഗോതമ്പ് പുട്ട് വീട്ടിലുണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഈ ഗോതമ്പ് പുട്ട് സോഫ്റ്റ് ആവാനുള്ള ഒരു പുതിയ ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതേപോലെ തന്നെ വേറൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്ര സോഫ്റ്റായിട്ടാണ് ഈ ഗോതമ്പ് പുട്ട് കിട്ടിയിട്ടുള്ളതെന്ന്. നോക്കിയേ എന്തൊരു സോഫ്റ്റാണ്. നേരത്തെ പഴം കുഴച്ചിട്ടുള്ളതാണ്. ഇത് പഴം കുഴയ്ക്കാതെ തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്. അപ്പം എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ ഡയറക്റ്റ് മിക്സി ജാറിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് നമ്മുടെ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, നേന്ത്രപ്പഴം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പഴം ഉണ്ടെങ്കിൽ അത് ഇടാം. അത് ഇതുപോലെ വട്ടത്തിൽ മുറിച്ച് വെക്കാം കേട്ടോ, കാരണം ഒരുപാട് നമുക്കിതിൽ ചേർക്കണ്ട. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഒരു 3 പീസ് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോവാണ്. വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അടിച്ചെടുത്തു. അപ്പോൾ അത് നനവ് പോരായുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കുറച്ച് കഷ്ണങ്ങൾ അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റായിട്ട് നനഞ്ഞ് വന്നിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെറുതെ പഴം ഇതിനകത്ത് കൂട്ടി അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ പഴം കഴിക്കാത്തവരാണെങ്കിൽ ഇതേപോലെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര വേണ്ട, എല്ലാവർക്കും വേണ്ടാത്തതുകൊണ്ടാണ് ഇതിൽ ചേർക്കാത്തത്. ഞാൻ വേറെ പഴം കൂട്ടി പഞ്ചസാര കൂട്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. ഇപ്പോൾ ഇതാ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കണ പോലെ നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മളുടെ നനച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് വേറെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് വേറൊരു ട്രിക്ക് സാധാരണ ചെയ്യുന്നത് നമ്മൾ ഒരു 2 സ്പൂൺ ചോറ് ചേർക്കാന്നുള്ളത്. അതിന് പകരം ഇങ്ങനെ പഴം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് അടിപൊളിയായിട്ടുള്ള പുട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മൾ ആവി വന്നു കഴിഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് ഓവറായിട്ട് കുക്കായി പോകും, അപ്പോൾ ഹാർഡായി പോകും. അപ്പോൾ ഇത് ദിവസം മുഴുവൻ ഇത് സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശരിക്കും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളെന്ന് അറിയിക്കണേ, കമൻറ്റ് വഴി അറിയിക്കണേ. അപ്പോൾ ഇത് കടലക്കറിയുടെ കൂടെ കഴിക്കാം, പഴത്തിൻ്റെ കൂടെ കഴിക്കാം. ഞാനിവിടെ പഴവും പഞ്ചസാരയും കൂട്ടിയിട്ട് കഴിക്കാം. അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്.